സുരാമ്മേ എന്താണ് വെച്ചേ? ഞാൻ ഇച്ചിരി കക്ക പുഴുങ്ങണേ. അച്ഛാമ്മേ പാസ്ബുക്ക് തരാൻ പറഞ്ഞു, അത് വാങ്ങിക്കാൻ വന്നേ. കൊറേ നാളായോ സുരാമ്മേ കക്ക എടുക്കാൻ തുടങ്ങിയിട്ട്? പിന്നെ ഇല്ലേ, എവിടെന്ന് എടുക്കണ? ഇതേ കൊച്ചേരി തിന്നെ. നല്ല കക്കയാണല്ലേ സുരാമ്മേത്? പിന്നെ ഇല്ലേ, ഇത് നല്ല കക്കയാണെന്ന് വെച്ചാൽ ഇപ്പോഴല്ലേ നമ്മള് തിന്നേണ്ടത്. ഇപ്പോഴല്ലേ ഉപ്പ് മൂത്തിരിക്കണം, കാരണം ഇപ്പോഴാ കഴിക്കണ്ട ഈ കക്ക. ഇന്നലെ കക്കയും കപ്പയും കൂടി ശരിയാക്കി, ഇന്ന് സുബിക്ക് ഇതും കൂടി ഇന്നും വേണമെന്ന് പറഞ്ഞു, അതുകൊണ്ട് ശരിയാക്കണേ. നല്ല ടേസ്റ്റ് ആണ്. ടേസ്റ്റാണ്. കൊച്ചേ ബുക്ക് എടുത്ത് വന്നിട്ട് ഇതെന്താ പാസ്ബുക്ക് മേടിക്കാൻ പോയാൽ കപ്പയും മാന്തി കൊണ്ടുവന്നു? ഒന്ന് പൊക്കിയച്ചാമ്മേ, ഞാൻ മാന്തി ഒന്നല്ല. എന്താണ് കപ്പ? ഈ രാജപൂജന്റെ കടയിൽ നിന്ന് വാങ്ങിച്ചമ്മ. ഇതെന്തിനാണ് ഇപ്പൊ കപ്പയും മേടിച്ചിട്ട്? അതൊക്കെ കൊണ്ടൊരു കാര്യമുണ്ട്. നമുക്ക് ഇതിരി കക്ക എടുത്താലോ? പിന്നെ കക്ക എടുക്കണം. പിന്നെ ഈ നേരത്തെ കക്ക എടുത്താൽ എന്താ കക്ക കടിക്കും? നമുക്ക് കക്ക എടുക്കാൻ ചാമ. അവിടെ അച്ചിങ്ങ ഇരിപ്പുണ്ട്, അത് കറി വെക്കാം. പതിച്ചില്ലേ അച്ചാമേ? എന്താ വെച്ചേ? എടുക്കാന്ന്. എന്തു എടുക്കാന്ന്? കക്ക. അല്ലെങ്കിൽ ആ സുരാമ പറഞ്ഞ ശരിയാ. എന്ത് അച്ഛമ്മക്ക് കക്ക വരാറില്ലെന്ന്? സുരമ്മ എന്നാണ് കക്ക വരാൻ തുടങ്ങി? എന്നാ കലോന്ന് എടുത്തോണ്ട് വന്ന്. ഏറ്റവും കൂടുതലാണല്ലോ അച്ഛമ്മ. അച്ഛമ്മക്ക് പറ്റൂലെങ്കിൽ ഇറങ്ങണ്ടാട്ടാ. പിന്നെ ഞാൻ കാണാത്ത വെള്ളവും കായലും അല്ലേ, ഞാൻ ആദ്യമല്ലേ. എന്നാ രണ്ട് കൈക്ക് പിടികൊട്ട. ഇത്ര എളുപ്പത്തിൽ കക്ക കിട്ടിയിട്ടാണ് അച്ഛമ്മ പറഞ്ഞത് കഴിയേറാഞ്ഞത്? എന്നാ നാളെ മുതൽ വാരിക്കോ. നീ കക്ക അങ്ങോട്ട് വെച്ചിട്ട് പിടിക്കണം അച്ഛമ്മ. എന്നൊന്ന് പിടിക്കണം, അവിടെ വെച്ചും പിടിക്ക്. കക്ക കിട്ടിയപ്പോ കക്കയും കൊണ്ട് ഓടാനുള്ള ധൃതി. പിടിക്കണോ ചോദിച്ചേ? പിടിക്കണം. എൻ്റെ കൈക്ക് കലമെടുത്ത് വേഗം തിളപ്പിക്കാം. നേരം പോയി. നിവേലി കക്ക റെഡിയാക്കി വെച്ചേക്കണം. എന്താ ഇവിടെ വരുന്ന കാണിക്കണം? നമുക്കേ ഇനി ഇവിടെ ഇരുന്ന് ചെയ്യാച്ചാമ്മേ. എനിക്ക് ഇവിടെ നിന്ന് കഴിക്കാൻ ഭയങ്കര ആഗ്രഹം. ആഗ്രഹമൊക്കെ കൊള്ളാം, പക്ഷെ ഒരു കാര്യമാണ്, മഴയെങ്ങാനും പെയ്താൽ ഇതുവരെ അകത്തേക്ക് ഓടേണ്ടി വരും. മഴയൊന്നും പേലച്ചാമ്മ. എന്ത് കുപ്പാണിത് തേക്കുന്നിടിയാ. ഇത് എന്താ വെച്ചാ ചെയ്യണ? കൊള്ളാല്ല, അടിപൊളിയാണല്ല. അച്ഛമ്മ കുറച്ച് സവാള അരിഞ്ഞെടുക്കുവാന്നാ. പിന്നെന്താ പിച്ചാത്തി? എന്തേ ഇരിക്കണം. ഞാനും അച്ചാച്ചനും കൂടി ലൈറ്റ് വെച്ച് വീശാൻ വരും. ചെമ്മീനും മീനും ഒക്കെ കിട്ടും. ഈ ചൂടൻ ചെമ്മീനാണ് കൂടുതലും കിട്ടണത്. അതെന്ത് ചെമ്മീനാ? അത് ഒരു സൈസ് ചെമ്മീൻ, 3-4 സൈസ് ചെമ്മീനുണ്ടേ. അതിലൊരു സൈസ് രാത്രി കറുത്തതുണ്ടുള്ള ചെമ്മീനാണത്. അച്ഛമ്മ എത്ര ഉപ്പ് മതിയാകാ? ഇവിടെ ഇച്ചിരി കൂടി വേണം. അച്ഛമ്മേ ആ വിളിച്ച നിങ്ങളുടെ അടുത്ത്
നല്ല മണമുണ്ടല്ലോ, നല്ല വെളിച്ചെണ്ണയാണല്ലോ. എവിടെ നിന്ന് മേടിച്ചു? നമ്മുടെ എരമല്ലൂർ ജംഗ്ഷനിലുള്ള ജർമ്മൻ മിൽസിൽ നിന്ന് വാങ്ങിച്ചതാ. കോക്കോ സ്മിത്ത് എന്ന ഇതിന്റെ പേര്. അവരാകുമ്പോ നമ്മുടെ മുമ്പിൽ വെച്ച് തന്നെ ഇതെല്ലാം ചെയ്തു തരണേ. ഞാനവിടെ ചെന്നപ്പോഴാണ് വെച്ചാൽ അവർ കൊപ്പര എടുത്തിട്ടേ അതിലിട്ട് ആട്ടി റെഡിയാക്കി തന്നത്. അപ്പൊ നമുക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാമല്ല. കൊള്ളാം, നല്ലെണ്ണയും. കൊതുമ്പിങ്ങനെ നീട്ടി വെച്ചു. അച്ഛമ്മ കപ്പൊക്കെ ഒന്നെടുത്ത് കുഴച്ചെടുക്കാവാ. ചീറ്റണത് എന്റെ പൊന്നച്ചാമ്മ ഭയങ്കര പോകാ, രക്ഷയില്ല. നീ തന്നെയല്ലേ പുറത്തിരുന്ന് ചെയ്യാന്ന് പറഞ്ഞത്? ഇവിടെ ഇരുന്ന് വെച്ചാൽ എന്റെ സുഖം അവിടെ കിട്ടും. എന്നാ ചീറ്റിക്ക. അച്ഛമ്മ തേങ്ങാപ്പാലിന് 2ാം പാലൊന്നും എടുത്ത് തന്നെ. എത്ര നാള് കാത്തിരുന്നു കപ്പ തിന്നുവാ. പൊന്നച്ചാമ്മ മിണ്ടാതിരിപ്പം തരാം. നീ കത്തിച്ച പന്തവും കെട്ട് കരിന്തിരിയായി, എന്നിട്ടും കപ്പ വെന്തിട്ടില്ല. ഇപ്പൊ കഴിയും. ആ തലപ്പാലിങ്ങടുത്തെ കൊള്ളാല. എന്താ സാധനം? പെടപ്പൻ. കൊള്ളാല്ലേ? ഇത് അച്ഛമ്മ പാൽക്കപ്പ. ഇതിന് വേണ്ടിട്ട് ഞാൻ അച്ഛമ്മനോട് കക്ക വരാൻ പറഞ്ഞു. അപ്പൊ എന്ത് വെയിറ്റ് ആയിരുന്നു. ഇപ്പൊ കൊള്ളാന്നല്ലേ? ഇപ്പൊ കൊള്ളാം. ഇതെനിക്കറിയില്ലായിരുന്നല്ല. നമ്മുടെ കക്കക്ക് എന്ത് ടേസ്റ്റ് അല്ലേ അച്ഛമ്മ? അത് ഉപ്പുവെള്ളത്തിലുണ്ടാകണ കക്കയില്ലേ വേനെ, അതല്ലേ ഇത്രയും രസം. മീനാണേലും കക്കയാണേലും ഉപ്പുവെള്ളത്തിൽ നല്ല രസമാണ്. നമ്മുടെ കക്ക ഉപ്പുവെള്ളത്തിലുണ്ടാകണം. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല തണുപ്പുണ്ട് അച്ഛമ്മേ. നമുക്ക് പായന്തോലൂണ് എടുത്തിട്ട് ഇവിടെ തന്നെ കിടക്കാം. മോളിവിടെ കിടന്നോ? ഞാൻ എൻ്റെ ഇവരുടെ അകത്ത് പോയി കിടക്കാൻ പോവുകയും